അല്ല, ഞാനൊരു പ്രശ്നം ഊതി വീർപ്പിക്കാനായിട്ട് ഉള്ള ആളല്ല. ഞാൻ അങ്ങനെ ലിസ്റ്റിൻ സമാധാനമാണല്ലോ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് ആദ്യം ഞാൻ വിളിച്ചു പറഞ്ഞ വ്യക്തി ലിസ്റ്റിനാണ് അല്ലെ? ലിസ്റ്റിനോട് രാവിലെ ഇത് സംഭവം ഉണ്ടായതിന്റെ രാവിലെ തന്നെ ലിസ്റ്റിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ലിസ്റ്റിന് ഇരുന്ന ഒരു സ്ഥലത്താണ് എനിക്ക് ഈ മോശം അനുഭവം ഉണ്ടായത്, മോശമായി പോയി എന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിന് എന്ത് ആക്ഷനാണ് അതിനെടുത്തത്? എന്നിട്ട് ലിസ്റ്റിന് എന്താ എല്ലാവരും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഒരു സെക്കൻഡ്, സാന്ദ്ര എന്നെ വിളിച്ചു ഒരു കാര്യത്തിൽ സാക്ഷി പറയണമെന്ന് പറഞ്ഞു. കാര്യമാണ് ലിസ്റ്റിനെ പറഞ്ഞ ഇതാണ് സത്യമല്ലാതാവില്ല. ലിസ്റ്റിനെ എത്രയൊക്കെ നുണ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ സത്യം? എന്നെ വിളിച്ച് അതിന് ശേഷം പറഞ്ഞ കോൾ റെക്കോർഡിങ്ങും എന്റെ കയ്യിലുണ്ട്. എന്നെ അതിന് ശേഷവും ലിസ്റ്റും വിളിച്ച് സംസാരിച്ചിരുന്നു. അത് മറക്കണ്ട. അല്ല ഓക്കെ, മറക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊന്നും പറയണ്ട. അതിനുശേഷം വിളിച്ചതിന്റെ ഇതും എന്റെ കയ്യിലുണ്ട്. സാന്ദ്രയുടെ എല്ലാത്തിന്റെയും തെളിവുള്ള ആളാണ് സാന്ദ്ര. അപ്പൊ അതുകൊണ്ടിട്ട് തെളിവ് നിങ്ങളെയൊക്കെ എടുത്ത് അതല്ലാതെ രക്ഷയില്ലല്ലോ. അതല്ലാതെ നമ്മളെ കളിയാക്കുകയല്ലേ. സാന്ദ്ര അത് വെളിപ്പെടുത്തുകയല്ലേ വേണ്ടത്. അല്ലാതെ വന്നിട്ട് സാന്ദ്ര എന്നെ വിളിച്ചു പറഞ്ഞു, എന്നോട് ചോദിച്ചു, ഞാൻ കേട്ടിട്ടില്ല ഡിസ്കഷൻ അവിടെ നടന്നത്, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സാന്ദ്രയോട് പറഞ്ഞു, ഞാൻ അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പറ്റത്തില്ല. ഒരു പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. എന്നോട് ആരാണിത് ലിസ്റ്റിന് ഓർമ്മക്കുറവുള്ള ആളാണ് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാം. എന്നോട് പറഞ്ഞത് എന്നോട് ആരാണ് ഇത് പറഞ്ഞത് എന്നാണ് അല്ലെ? അതാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ നടന്നിട്ടില്ല എന്നൊന്നും അല്ല ലിസ്റ്റിൻ പറഞ്ഞത്. അങ്ങനെയല്ല, എന്റെ മുന്നിൽ നടന്നിട്ടില്ലാത്ത കേസ്, ഞാൻ കേൾക്കാത്ത കേസ് എനിക്ക് എങ്ങനെയാണ് നടന്നെന്ന് പറഞ്ഞ് സാക്ഷി പറയാനായിട്ട് പറ്റുക? അതാ ഞാൻ സാക്ഷി പറയാൻ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞ ആ വ്യക്തികളിൽ ഒരാൾ ലിസ്റ്റിനാണ് അല്ലെ? ഞാൻ എന്റെ സുഹൃത്ത് എന്ന് കരുതി ഞാൻ ആദ്യം വിളിച്ച് എനിക്ക് മോശം അനുഭവം ഉണ്ടായി, നിങ്ങൾ ഇരുന്ന സ്ഥലത്താണ് ഇതുണ്ടായത് എന്ന് പറഞ്ഞപ്പോ അല്ലല്ല, അവിടെ ഇരുന്നൊരു സംഭവ സ്ഥലത്താണ് ഇത് ഉണ്ടായെന്ന് പറയുമ്പോ ഞാനത് കേട്ടാലേ ഉള്ളൂ എനിക്കത് കേട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. കേൾക്കുന്ന ഒച്ചത്തിലല്ലല്ലോ പറഞ്ഞത്, എനിക്ക് മെസ്സേജ് ആയിട്ടാണല്ലോ അതാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കണ്ടേന്ന് ചോദിക്കുന്നതിനകത്ത് തന്നെ കള്ളത്തരമില്ലേ ലിസ്റ്റും പറയുന്നത്? ആരെങ്കിലും ഉറക്ക വിളിച്ചു പറയോ ഇതാണ് അവിടെ നടക്കുന്നതെന്നുള്ള ഉറക്ക വിളിച്ചു പറയോ? അല്ല പിന്നെ ഒരു മിനിറ്റ്, പിന്നെ ഇങ്ങനെ സാന്ദ്ര 14 പേർക്കെതിരെ കേസ് കൊടുത്തത്? ഞാൻ 14 പേർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. ലിസ്റ്റിനൊരു കള്ളക്കഥ ഉണ്ടാക്കരുത്. ഞാൻ 14 പേർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. ഇത് എല്ലാ നിർമ്മാതാക്കളും എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ 4 പേർക്കെതിരെയാണ് കേസ് കൊടുത്തേക്കുന്നത്. അത് 1-ാം പ്രതി ആന്റോ ജോസഫ്, പ്രസിഡന്റ്; 2-ാം പ്രതി രാകേഷ്, സെക്രട്ടറി; 3-ാം പ്രതി ഔസേപ്പച്ചൻ; 4-ാം പ്രതി അനിൽ തോമസ്. ഈ 4 പേർക്കെതിരെയാണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അന്നും ഇന്നും എല്ലാം ഞാൻ ഈ 4 പേർക്കെതിരെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പോലീസുകാർ മൊഴിയെടുത്ത സമയത്ത് എന്നോട് ചോദിച്ചു അവിടെ കൂട്ടത്തിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്നവരുടെ പേര് ഞാൻ പറഞ്ഞു. ഇവരൊക്കെ സാക്ഷികളാണ് എന്നുള്ള രീതിയിൽ, ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഈ പേര് പറഞ്ഞു. അവരെല്ലാം ആദ്യത്തെ അവരുടെ പേരിലും ഇട്ടു. അതല്ലാതെ ഞാൻ ആദ്യം മുതൽ എന്റെ സ്റ്റാൻഡ് അവിടെ സുരേഷ് കുമാറായിട്ടുണ്ടായിരുന്നല്ലോ, പേരറിയത്തില്ലായിരുന്നോ? സുരേഷ് കുമാറില്ല. ലിസ്റ്റിന് ഈ ഓർമ്മക്കുറവുള്ളത് വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ. ലിസ്റ്റിന് ഇത് രജിസ്റ്റർ ഒന്ന് എടുത്ത് നോക്കൂ. സുരേഷ് അല്ലല്ല, ആൽവിൻ ആന്റണി ഉണ്ടായിരുന്നല്ലോ. ആൽവിൻ ആന്റണി ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. സുരേഷ് കുമാർ ഉണ്ടായിരുന്നില്ല, അതെനിക്കറിയാം. സുരേഷ് കുമാർ മീറ്റിംഗിലാണ് ഉണ്ടായിരുന്നത്. അല്ല സാന്ദ്ര, മീറ്റിംഗിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ, ഞാൻ കേൾക്കാത്തൊരു കാര്യത്തിൽ ഞാൻ എങ്ങനെയാ സാക്ഷി പറയുന്നതെന്നാ ഞാൻ ചോദിക്കുന്നത്. സാക്ഷി പറയുന്ന കാര്യമല്ലല്ലോ ഞാനിപ്പോ പറഞ്ഞത്. സാക്ഷി പറയാനും ഞാൻ പറഞ്ഞില്ലല്ലോ. സാക്ഷി പറയുന്ന കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എനിക്കൊരു ദുരനുഭവം ഉണ്ടായപ്പോ ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞ ആളാണ് ലിസ്റ്റിനെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനിത് അറിഞ്ഞു, എനിക്കൊരു അനുഭവം ഉണ്ടായി, ഞാനിത് അറിഞ്ഞു, സന്ദീപ് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് ഞാൻ ലിസ്റ്റിനോട് സന്ദീപ് എന്ന് പറഞ്ഞില്ല. ഞാനിങ്ങനെ എനിക്ക് ആ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിന് എന്നോട് ചോദിച്ചു സാൻഡ്രയോട് ആരാ ഇത് പറഞ്ഞതെന്നാണ് ലിസ്റ്റ് എന്നോട് ചോദിച്ചത്. അന്വേഷിക്കട്ടെ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് വെച്ചാണ് പിന്നെ എന്നെ വിളിക്കുന്നത്. അതിനൊക്കെ ശേഷമാണ്
അല്ല, സാന്ദ്ര എന്നെ വിളിച്ചു, എന്താ പറഞ്ഞ ഇങ്ങനെ SIT ഇങ്ങനെ ഇത് പോകുന്നുണ്ട്, അപ്പൊ ലിസ്റ്റിന് വന്നിട്ട് അല്ല അല്ല സാന്ദ്ര എന്നോട് പറയുമ്പോ അവിടെ എഗനിസ്റ്റ് ഞാൻ വന്നിട്ട് സാന്ദ്രയെ സപ്പോർട്ട് ചെയ്തില്ല എന്നറിഞ്ഞപ്പോഴല്ലേ സാന്ദ്ര എനിക്കെതിരെ പോലും സംസാരിച്ചു തുടങ്ങിയത്. ഒരു അതിപ്പോ ലിസ്റ്റിനെ മനസ്സിലായല്ലോ. കാര്യം ഒരാള് സത്യം അറിഞ്ഞുകൊണ്ട് കള്ളത്തരം പോയി ഞാൻ എന്താണ് സാന്ദ്ര കള്ളം എനിക്കെന്തോ പടം പൊട്ടിയതിന്റെ വിഷമത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പടം പൊട്ടുന്ന ഒരു പ്രൊഡ്യൂസർ അല്ല ലിസ്റ്റിനെ. ഞാൻ 16 പടത്തിലാണ് നിൽക്കുന്നത്. എന്റെ പടം അല്ല, സൂപ്പർ ഹിറ്റ് ഒന്നും അല്ല. അപ്പൊ ഞാൻ ഈ ആദ്യമായിട്ട് പടം പൊട്ടിയ ഒരാള് ആ ഡെസ്പറേഷനിൽ പോയി പറഞ്ഞതും അല്ല. എനിക്ക് അതുകൊണ്ട് പടം പൊട്ടുന്നത് പുത്തരിയല്ല. അതുകൊണ്ട് തന്നെ ലിസ്റ്റിന് അതിന്റെ പേരില് ഞാൻ ആ വിഷമത്തിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത് തെറ്റായ ആരോപണമാണ്. അല്ല, ശരിയല്ല. അതായത് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ഇവനിരിക്കുന്ന ഒരാള്, എനിക്ക് അറിയാൻ മേലാത്തൊരു കേസ്, ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം. പിന്നെ എങ്ങനെയാണ് സാന്ദ്ര ഞാൻ അറിഞ്ഞു എന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ വായിക്കുന്നത് ഞാൻ അങ്ങനൊന്നും പറയാൻ ലിസ്റ്റിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എനിക്കുണ്ടായ അനുഭവം ഞാൻ ലിസ്റ്റിനോട് പറഞ്ഞു. ലിസ്റ്റിന് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ലിസ്റ്റിന് ഇരുന്ന സ്ഥലത്ത് എനിക്കത് ഉണ്ടായി. അത് എനിക്ക് ഞാനൊരു ബ്രദറിനെ പോലെ കണ്ടാണ് ഞാൻ പറഞ്ഞത്. 10 മുതൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തോന്നിയ സാന്ദ്ര അതൊന്നും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ, അതിനെയൊന്നും ഞാൻ ഡിനൈ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഞാനിപ്പോഴും എന്താ പറയാ, എനിക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യത്തെ പറ്റി ഞാൻ കേട്ടില്ല. അപ്പൊ ഇത് പറഞ്ഞ ആൾ സത്യമാണോ നുണയാണോ എന്ന രീതിയിലാണ് ഞാൻ, അതുകൊണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. അതെന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്? അത് എങ്ങനെയാണ് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയുന്നത്? അതേ സ്ഥലത്ത് അവിടെ ഉണ്ടായ ബഹളങ്ങളും അവിടെ ഉണ്ടായ ഹ്യൂമിലിയേഷനും ലിസ്റ്റും കണ്ടതാണ്, ലിസ്റ്റും സാക്ഷിയുമാണ് അല്ലേ? എന്നിട്ട് അവിടെ ഡെസ്കിൽ അടിക്കുകയോ ഒച്ച വെക്കുകയും സിയാദിക്ക ഭയങ്കര ബഹളം വെക്കുകയോ ഷൗട്ട് ചെയ്യുകയും ചെയ്തതൊന്നും ലിസ്റ്റും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൻ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ലിസ്റ്റിനെ അത്രയും അതും കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്? അല്ലല്ല, ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് ഓരോ കാര്യത്തെ സമീപിക്കുന്നത്, പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ ആ രീതിയിലല്ല സമീപിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ ഇപ്പൊ ചിലവര് ദേഷ്യത്തിലായിരിക്കും പറയുന്നത്, ചിലവര് ഒച്ചയിലായിരിക്കും പറയുന്നത്, ചിലവര് ഡിപ്ലോമസിയിലായിരിക്കും പറയുന്നത്. അങ്ങനെയല്ല ഓരോ വ്യക്തികളും ആണ്. പക്ഷെ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ അൾട്ടിമേറ്റ്ലി ഞാനൊരു സ്ത്രീയാണ്. ലിസ്റ്റിനെ എന്നെ പേടിപ്പിച്ചാൽ ഞാൻ പേടിക്കും. എന്റെ നേരെ ഷൗട്ട് ചെയ്താൽ ഞാൻ പേടിക്കും. എന്റെ നേരെ അലറിക്കൊണ്ട് ഒച്ച വെച്ചുകൊണ്ട് ഡെസ്കേൽ അടിച്ചുകൊണ്ട്, നിങ്ങൾ അടുത്ത മീറ്റിംഗിൽ ആ ഡെസ്കേൽ അടിച്ച ആ ഡെസ്ക് പൊട്ടിപ്പോയി. ആ വലിയ ഇല്ലേ, ആ വലിയ അത്രയും ഒച്ചത്തിലാണ് നിങ്ങൾ ഒരു പുരുഷൻ കിടന്ന് ഇത്രയും, അത് ഒരാളല്ല 16 പേര് ചുറ്റും ഒരു സ്ത്രീക്കെതിരെ ഇരുന്ന് ബഹളം വെക്കുമ്പോ എങ്ങനെയാണ് ഞാനെന്നൊരു വ്യക്തിയോട് ഒരു സ്ത്രീക്കെതിരെ നിങ്ങളുടെ സ്വന്തം പെങ്ങളെയോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങൾ അവിടെ കൊണ്ടിരുത്തുവോ? ഇങ്ങനെ ഒരു സിറ്റുവേഷനില് കൊണ്ടിരുത്തുവോ? എത്രയോ പേര് ഇങ്ങനത്തെ എത്രയോ മീറ്റിംഗുകളിൽ അവിടെ ഷെയർഗ ഉണ്ടായിരുന്നു, അറിയാലോ. തല കുനിച്ചിരിക്കുകയായിരുന്നു. ഷെർദത്ത് തല കുനിച്ചിരുന്നിട്ട് അന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് ഞാനും ആലോചിച്ചു, എന്തിനാണ് സാൻഡ്രോട് അവരങ്ങനെ ചെയ്തത് എന്ന് ഞാനും ആലോചിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു അക്ഷരം മിണ്ടാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിൽക്കുന്നവരെ മാത്രമേ നിങ്ങൾ സ്ത്രീകളെ പോലും അസോസിയേഷനിൽ ഇരുത്തുള്ളൂ. അല്ലാത്തവരെ നിങ്ങൾ ഇരുത്തത്തില്ല. അതിപ്പോ അമ്മയിലാണേലും ഏത് അസോസിയേഷനിലാണേലും അങ്ങനെയാണ്. നിങ്ങൾക്കെതിരെ സംസാരിക്കുമെന്ന് തോന്നുന്നവരെ നിങ്ങൾ അവിടെ കൊണ്ടുവരില്ല. ഇതെല്ലാം പകുതി കൂടുതൽ അല്ലെങ്കിൽ ഒരു 75% സാന്ദ്രയുടെ തോന്നലുകളാണ്. ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ദൃക്സാക്ഷികളുണ്ട്. 16 പേരിരുന്ന സഭയിലെ കാര്യമാണ് ഞാൻ ഈ പറയണേ.